കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി മാത്രമായിട്ടാണ് മോഡിജി ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ആവേശം തന്നെയാണ് ചേട്ടാ. കേരളത്തില് BJP തന്നെ അധികാരത്തിൽ വന്നെ ഈ രണ്ട് കള്ളന്മാരെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈശ്വരന്റെ തുല്യനാണ്, ഭഗവാനെ നേരിട്ട് കാണുന്ന ഒരു പ്രത്യക്ഷത്തിലാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം ശോചനീയാവസ്ഥയായിരുന്നു. ഇന്ത്യ എന്താണെന്നറിഞ്ഞത് ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. 5 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ്. ആ സമയത്ത് ഇത്രയും ജനങ്ങൾ ഇനി മാറി ചിന്തിച്ചില്ലെങ്കിൽ ഈ 5 വർഷം വലിയ നഷ്ടമാണ് രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ നിന്നൊരു സ്നേഹം കൂടുതലായിട്ട് വരുന്നുണ്ട് ആളെ കാണണമെന്നുള്ളത്. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നമസ്കാരം. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഇതിൽ പങ്കെടുക്കുവാനായി നിരവധി NDAയുടെ ഘടകകക്ഷികളും BJP പ്രവർത്തകരും ഒക്കെ ഇവിടെ ഒഴുകിയെത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയൊരു ജനസാഗരമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 2020-യും BDJS-ഉം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് മോദിജിയുടെ ഒരു ചിത്രമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ 2 വശങ്ങളിലായി BDJS-ൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയും 2020 സാബു ജേക്കബിൻ്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. പ്രധാനമന്ത്രിയെ കാണുവാനുമായി അദ്ദേഹത്തോടുള്ള ഇഷ്ടം, അദ്ദേഹത്തെ ആദ്യമായി കാണുന്നവരും ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ഒരുപോലെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ ആവേശത്തിലാണോ? ആവശ്യത്തിൽ തന്നെയാണ്. മാറ്റം ആവശ്യമുണ്ടല്ലേ? മാറ്റം ആവശ്യമാണ്. മോഡിജിയാണ് ഇതിനു വേണ്ടി തയ്യാറായി വന്നിരിക്കുന്നത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി മാത്രമായിട്ടാണ് മോഡിജി ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുക, എല്ലാ സ്ട്രക്ചറും മാറി വളരെ നല്ല രീതിയിൽ കേരളത്തിൽ ഒരു ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് സീറ്റുകൾ നേടിയില്ലെങ്കിലും ധാരാളം വോട്ടുകൾ പിടിച്ച BJP ഇന്ന് NDA മുന്നണി എന്നുള്ളത് കേരളത്തിൽ മുഴുവൻ അറിഞ്ഞ് എല്ലാ ആളുകളുടെയും വിശ്വാസത്തോടുകൂടി എല്ലാ സാമുദായിക സംഘടനകളുടെ ഉദ്ദേശത്തോടു കൂടി അവരുടെ സഹകരണത്തോടു കൂടി ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തോടുകൂടി ഈ കേരളം പിടിക്കുകയാണ് മോഡിജിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പാടുപെട്ടാണ് ഞങ്ങളെല്ലാവരും ഈ പൊരിഞ്ഞ വെയിലത്ത് ഇവിടെ വന്ന് മോഡിജിയെ കാണാനും മോഡിജിയെ കേൾക്കാനും വേണ്ടി. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ. വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും. മോദിജിയെ കാണാൻ വന്നതാണോ? എന്താണ് ഇത്ര ഇഷ്ടം? മോദിജിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ, നല്ല മാറ്റം വരണം. വന്ദേ മാതരം എല്ലാം കൊണ്ടും ഇഷ്ടം. നമ്മൾ തൃപ്പൂണിത്തുറയിലെ എല്ലാ കൗൺസിലേഴ്സും ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരേ യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. ജനങ്ങളുടെ ഒപ്പം നിൽക്കണ ഭരണാധികാരിയാണ്. അതാണ് ഞങ്ങൾക്ക് മോദിജി ഇഷ്ടം. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. നല്ല ഭരണം വേണം, നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്തത്. ഞാൻ തൃപ്പൂണിത്തുറ കൗൺസിലറാണ്. എൻ്റെ നേതൃത്വത്തിൽ ഒരു ബസ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. മോദിജിയെ പകരം വയ്ക്കാൻ ഈ ഇന്ത്യയിൽ തന്നെ, കേരളത്തിലും വേൾഡിൽ തന്നെ ആരുമില്ല. വേൾഡ് അംഗീകരിച്ച ഒരു നേതാവാണ്. അതുകൊണ്ട് മോദിജിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് കാണാൻ വന്നേക്കണത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ലത് വരട്ടെ. കേരളം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, മാറ്റം അനിവാര്യമാണ്. മോദിജി വന്നാലേ സാധ്യമാകുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഈശ്വരൻ്റെ തുല്യനാണ്, ഭഗവാനെ നേരിട്ട് കാണുന്ന ഒരു പ്രത്യക്ഷത്തിലാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമെന്ന് ഉറപ്പാണ്. ആവേശം തന്നെയാണ് ചേട്ടാ. കേരളത്തില് BJP തന്നെ അധികാരത്തിൽ വന്നെ ഈ രണ്ട് കള്ളന്മാരെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ ദൈവമാണ്. ദൈവത്തിനെ കഴിഞ്ഞാൽ പിന്നെ പുള്ളിയാണ് ഞങ്ങളുടെ ദൈവം. ഈ CPM-നെ കോൺഗ്രസും നാടും കട്ടുമുടിച്ച് കള്ളത്തരവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതൊന്നും ജനം അംഗീകരിക്കുകയില്ല. ഇപ്പൊ വോട്ടിന്റെ സർവേ പറയുന്നുണ്ടല്ലോ. സർവേ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 86, കോൺഗ്രസിന് 90, BJP-യുടെ സ്ഥാനാർത്ഥിക്കൊന്നുമില്ല. അതൊക്കെ മാറി മറിയണം. ഇവിടെ BJP വരുവുള്ള അധികാരത്തിൽ കള്ളന്മാരെയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് ചാനലിൽ കാണിക്കണം. സത്യസന്ധമായിട്ട് വേണം ചാനലിൽ കാണിക്കാനായിട്ട്. അത് കാണിക്കണം. അതാണ് ഇത് യഥാർത്ഥ സത്യം. അതാണ് ഇവിടെ BJP-നെ ആഗ്രഹിക്കുന്ന ജനങ്ങൾ. BJP രംഗത്ത് അവിടെ വരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കള്ളന്മാരെ പേടിച്ചാണ് വരാത്തത്. വോട്ടിങ് വരുമ്പോൾ 100ക്ക് 100 കറക്റ്റ് സത്യമാണ് ഈ പറയുന്നത്. നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യണം. നമ്മുടെ ഭരണം നല്ല രീതിയിൽ പോകണം. കള്ളന്മാരെ എല്ലാത്തിനും ഒഴിവാക്കണം. നമ്മുടെ പാർട്ടി തന്നെ വരണം. ആ ജനങ്ങൾക്ക് അത് മനസ്സിലാകണം. അത് ജനങ്ങൾ അറിഞ്ഞ് വോട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ജയ് BJP, ജയ് ശ്രീറാം.
10-20 സംസ്ഥാനങ്ങളിൽ വരാമെങ്കിൽ പിന്നെ കേരളത്തിൽ എന്താ വന്നാ അവിടെ അഭിപ്രായത്താവശ്യമൊന്നുമില്ലല്ലോ, ആക്ഷേപവും ഇല്ല, പിന്നെ ഇവിടെ എന്താ കുഴപ്പം? പുതിയ കാലയളവിൽ 5 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ്. ആ സമയത്ത് ഇത്രയും ജനങ്ങൾ ഇനി മാറി ചിന്തിച്ചില്ലെങ്കിൽ ഈ 5 വർഷം വലിയ നഷ്ടമാണ് രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്. മാറി ചിന്തിക്കണം, BJP വരണം, നാടിന് വികസനം വേണം, കാഴ്ചപ്പാടുകൾ പുറമെ പോണവർക്കൊക്കെ പുതിയ ഇവിടെ ജോലി സാധ്യതകളും എല്ലാ വികസനങ്ങൾക്കും BJP തന്നെ വരണം. അതിന് കാഴ്ചപ്പാടുള്ള നേതൃത്വമാണ് ഇന്ന് കേരളത്തിലെ തലപ്പത്തിരിക്കുന്നത്. നമ്മൾക്ക് മാറ്റം ആവശ്യമാണ്, കേരളത്തിൻ്റെ മാറ്റം അത് അത്യന്താപേക്ഷിതമാണ്. അതാണ് മുന്നണി നോക്കുക, നമ്മൾ ഏത് പാർട്ടിയിനകത്ത് സഹകരിച്ച് നോക്കണം. ഓക്കെ, കടമെടുത്ത് മുടിഞ്ഞില്ലേ, അതൊരു മാറ്റം വേണ്ടേ നമുക്ക്? എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് അല്ലേ? മാറ്റം തീർച്ചയായിട്ടും വേണം. LDF UDF കൂടെ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രധാനമായിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനം തോന്നാം ഇവിടെ വരാൻ പറ്റിയല്ലേ. ഇവർ വരണം ഭരണത്തിൽ. കേരളത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അതാണ് ഈ ജനസമുദ്രത്തിന്റെ ലക്ഷ്യം. ചേച്ചി, എന്താണ് ഇവിടെ വരാൻ കാരണം? വരാൻ കാരണം ഞങ്ങൾ മോദി സാറിനെ കാണാൻ വേണ്ടിയിട്ട് വരിക തന്നെ. ഞങ്ങളുടെ മോദി സാറിനെ കാണണ്ടേ? കേരളത്തിലേക്ക് വരുമ്പോൾ വന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വരിക. ഞങ്ങൾക്ക് സന്തോഷം. എന്താണ് അദ്ദേഹത്തെ ഇത്ര ഇഷ്ടം? ഞങ്ങൾക്ക് ആളോട് ഒരു കൂടുതലൊരു സ്നേഹമുണ്ട്. എന്താവോ ഞങ്ങളുടെ ഉള്ളിൽ നിന്നൊരു സ്നേഹം കൂടുതലായിട്ട് വരേണ്ട ആളെ കാണണം എന്നുള്ളത് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. വാക്കുകളാണല്ലേ? അതെ, ഞങ്ങൾ 2-4 പ്രാവശ്യം ഇപ്പൊ കാണുന്നു. എന്നാലും ഇനിയും കാണണം എന്നിങ്ങനെ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. ഒരു പ്രത്യേക സ്നേഹമുണ്ട് ആളോട്. എന്താ കണ്ടാലും മതി വരില്ല. എത്ര കണ്ടാലും മതി വരാത്ത ഒരാളാണ്. കാരണം മോദിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രിയാണ്, നട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ്. എന്ത് കാര്യത്തിനും ഉറച്ച തീരുമാനം എടുക്കുന്ന നമുക്ക് തന്നെ. ഇവിടെ ഇപ്പം ഇന്ന് കൊച്ചി നഗരം തന്നെ ഈ മാത്രം ജനങ്ങളായിട്ട് അലയടിച്ച് ഉയർന്ന് ഇന്നലെ അതിന് മുന്നിലുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഉറക്കമൊഴിച്ച് തന്നെ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഞാനും പ്രവർത്തകനാണ്. മോദിനെ എത്ര കണ്ടാലും മതി വരില്ല. കാരണം അടങ്ങാത്ത സന്തോഷമാണ് അങ്ങേരെ കാണുന്നത്. ആവേശം, അടക്കാൻ പറ്റാത്ത ആവേശം. മോദി സാറ് വന്നിട്ടുണ്ട് ഒരാളാ. അപ്പൊ ഞങ്ങൾക്ക് അയാളോട് കൂടുതൽ സ്നേഹം. പാവങ്ങളെ സഹായിക്കുന്ന ഒരാളല്ലേ, അപ്പൊ ആള് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതിന്റെ പേരിൽ ആളോട് കൂടുതൽ സ്നേഹമുണ്ട് ഞങ്ങൾക്ക്. ഈ പറയണ ഞങ്ങൾക്കുള്ളൂ, അവളോടുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞ ഞങ്ങള്. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്ക് വരെ എന്തെല്ലാം പദ്ധതികളുണ്ടോ അവർക്ക് ഉന്നതനത്തിനുള്ളത്, അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നുള്ള കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം ശോചനീയാവസ്ഥയായിരുന്നു. ഇന്ത്യ എന്താണെന്നറിഞ്ഞത് ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നല്ല പുരോഗമനമുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ എവിടുന്ന വരുന്നത്, ഗുരുവായൂർ അപ്പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കാലത്ത് 6 മണിക്ക് 5 മണി 6 മണിക്ക് നേരത്താണ് ഞങ്ങൾ പുറപ്പെട്ടിട്ട് പോകുന്നത്. മോദി നല്ല മനുഷ്യനല്ലേ, ആളെ കാണാൻ വേണ്ടിയല്ലേ വരണേ, വഴി ദൂർന്ന് വരണേ. കേരളത്തിൽ അധികാരത്തിൽ വരും ഞങ്ങൾ. മോദി വരും, എല്ലാം ശരിയാവും. ഞങ്ങൾ മനസ്സുകൊണ്ട് അതിലും ഭയങ്കര ആവേശത്തിലാണ്. ഞങ്ങൾ 2 ബസ്സാണ് പാഞ്ഞാൾ പഞ്ചായത്ത്, അതായത് ചെറുതുരുത്തി മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് പാഞ്ഞാൾ പഞ്ചായത്തിന് 2 ബസ് ആളുകളാണ് ഞങ്ങൾ നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഈ തിരക്ക് അതിഭയങ്കരമായ തിരക്കാണ്. ആ ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റാതെ നമ്മളിങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആയിരക്കണക്കിന് ജനങ്ങൾ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമവും സങ്കടവും ഞങ്ങളിവിടെ മാറി നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. സൂപ്പറാണ്, വൈബാണ്. ഇഷ്ടം തോന്നാനുള്ള കാരണം? ഇഷ്ടം കുറെ സ്കീമൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇഷ്ടം. കുറെ ഉപകാരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം. നിങ്ങൾ കുട്ടികൾക്കിടയിലും വലിയ താരമാണത്. ആള് സൂപ്പറാണ്, എല്ലാവരും ഭയങ്കര ഡോക്ടൊക്കെയാണ്. എനിക്ക് മോദി പറഞ്ഞ ഭാരതത്തിന്റെ ജനനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരാള്, അതിന്റെ പേരിൽ ഇതുപോലൊരു യുഗപുരുഷനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. 10,000-ലേറെ കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദമുണ്ടാക്കി കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താനുള്ള പരിശ്രമത്തിനാണ് നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പരിപാടി തീരുമാനിക്കുന്നത് കേരള BJP ഘടകമല്ല. പ്രധാനമന്ത്രിയുടെ പരിപാടി തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിപാടിയുടെ വിശദാംശങ്ങൾ തീരുമാനിക്കുന്നത്.
സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ തലവരെന്ന നിലക്ക്, സംസ്ഥാനത്തിന്റെ തലവരെന്ന നിലക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ടുള്ള ക്ഷണമാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിനെ അവഗണിച്ചു എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വകുപ്പിൽ നിന്നാണ്. നിതിൻ ഗഡ്കരിയുടെ വകുപ്പാണ് ഈ ദേശീയപാത ഉദ്ഘാടനത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് പറയാമായിരുന്നല്ലോ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയെ കൂടി വിളിക്കണമെന്ന്. അത് പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി ക്ഷണം സ്വീകരിച്ചതാണല്ലോ. ഒരെതിർപ്പും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ എങ്ങനെയാണ് ഈ വിവാദമുണ്ടായത്? വിശദാംശങ്ങൾ ഇന്നലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ മുഖ്യമന്ത്രി പറയണമായിരുന്നു, എന്റെ മരുമകനാണ് പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹത്തെ കൊണ്ട് വിളിച്ചാലേ എനിക്ക് വരാൻ കഴിയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ മറ്റ് 2 മന്ത്രിമാരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസാണോ? അത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയാൽ മതി, CPM വ്യക്തമാക്കിയാൽ മതി. കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസാണ് എന്നവർ പറഞ്ഞാൽ ഇനിയുള്ള പരിപാടിക്ക് അങ്ങനെ ആലോചിക്കാം. ഞങ്ങൾ മനസ്സിലാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് തലവൻ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിച്ചാൽ സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നതിന് തുല്യമാണ്. അതിന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളുകളെല്ലാം വേണമെങ്കിൽ അദ്ദേഹം പ്രത്യേകം ആവശ്യപ്പെടമായിരുന്നു. അല്ല, മുഹമ്മദ് റിയാസ് കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോ തന്നെയാണല്ലോ. ഇന്ന് രാവിലെ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന സഹായം കൊടുക്കുന്നത്. മുഹമ്മദ് റിയാസിന് ആരാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? കുറെ കാലമായി ഇവർ പറയുന്നതാണല്ലോ. സംസ്ഥാന സർക്കാരുകൾ ദേശീയപാത വികസനത്തിന് വേണ്ടി സ്ഥലമേറ്റെടുക്കാൻ സാമ്പത്തിക സഹായം കൊടുക്കുന്നത് കേരളം മാത്രമല്ല, ഉത്തർപ്രദേശ് 3000-ലേറെ കോടി കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മധ്യപ്രദേശ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഏറ്റവും ഒടുവിൽ ഹരിയാന ഗവൺമെന്റ് 2000 കോടി കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്നും മുഹമ്മദ് റിയാസ് കണ്ടിട്ടില്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ വില കൂടുതലാണ്. 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി 100 കോടി രൂപ ചെലവ് വഴിക്കുമെന്ന് പാർലമെന്റിൽ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത് 25% തുക ഞങ്ങൾ തന്നോളാമെന്ന് സംസ്ഥാന സർക്കാർ തയ്യാറായത്. അത് വലിയ ആനക്കാരമായി കൊണ്ടു നടക്കേണ്ട എന്താ? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സൗജന്യമായിട്ടാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഈ മുഹമ്മദ് റിയാസ് കാണുന്നില്ലേ? അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സമാനതകളില്ലാത്ത ദേശീയപാത വികസനം നടക്കുന്നു. UPA ഗവൺമെന്റ് കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്. അന്ന് UPA ഗവൺമെന്റ് കാലത്ത് CPM-ന്റെ കൂടെ പങ്കാളിത്തമുള്ള ഗവൺമെന്റ് ഈ പദ്ധതി മുടക്കി. അതിനുശേഷം കേരളത്തിൽ 2014 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോൾ 2014 ഈ പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുത്തു. പക്ഷേ 2014-ലും 2016 വരെ 2 കൊല്ലക്കാലം കേരളത്തിൽ ദേശീയപാത വികസനത്തിനായി സമരം ചെയ്ത CPM-ആണ്. കേരളത്തിലെ ചില വർഗീയ സംഘടനകളെ ഇളക്കി വിട്ടുകൊണ്ട് സമരം ചെയ്യിച്ചത് CPM-ആണ്. 2016-ൽ സംസ്ഥാന സർക്കാർ മാറിയപ്പോൾ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കൃത്യമായ അജണ്ട കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചു. ദേശീയപാത വികസനം പൂർത്തിയാകാതെ മറ്റൊരു കാര്യവും നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണല്ലോ ഈ യു ടേൺ തിരിഞ്ഞത്.